പാർലമെൻറ്റിൽ വലിയ ബഹളമായിരുന്നു. ഭരണഘടനയായിരുന്നു ചർച്ച. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തു. എനിക്ക് തോന്നിയത് സ്വയം കള്ളൻ എന്ന് വിളിച്ച് മറ്റൊരാളുടെ പിന്നാലെ ഓടുന്നത് പോലെ ഭാവിക്കുന്നത് പോലെയാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ നാടകങ്ങൾ കണ്ടപ്പോൾ തോന്നുന്നത്. നമ്മൾ അംബേദ്കറുടെ ഭരണഘടന എന്നൊക്കെ പറയുന്നു. അംബേദ്കറോട് ഏറ്റവും മോശമായി പെരുമാറിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്തില്ല. ഡൽഹിയിൽ ഒരു ഇൻ്റർനാഷണൽ അംബേദ്കർ കൺവെൻഷൻ സെൻറ്റർ പ്ലാൻ ചെയ്തപ്പോൾ 40 വർഷം അത് വൈകിച്ചു. വാജ്പേയിയുടെ BJP സർക്കാർ അംബേദ്കർ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് പിന്നാലെ വന്ന UPA സർക്കാർ അത് തടഞ്ഞു. പിന്നീട് മോദി വന്നപ്പോഴാണ് ആ സ്മാരകം പോലും പൂർത്തിയായത്. അപ്പോൾ ഇവർക്ക് അംബേദ്കറെ ഏറ്റവും കൂടുതൽ വഴിയാധാരമാക്കാൻ ശ്രമിച്ച, ദ്രോഹിച്ച, അവഗണിച്ച ആ പാർട്ടിയുടെ പിന്മുറക്കാരൻ അംബേദ്കറുടെ പേരിൽ വന്ന് നിലവിളിക്കുന്നതായി ഭാവിക്കുകയാണ്, അല്ലേ? അതെ. ഇത് അംബേദ്കറോട് നെഹ്റു എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് അപമാനിച്ചിരുന്നത് എന്നുള്ളതിന് പാർലമെൻറ്റിൽ തന്നെ രേഖയുണ്ട്. അതായത് മന്ത്രിസഭയിൽ നിന്നൊരു മന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ ആ മന്ത്രിക്ക് പാർലമെൻറ്റിൽ പ്രസ്താവന നടത്താം, എന്തുകൊണ്ട് രാജിവെച്ചു എന്നൊരു വകുപ്പ് ഭരണഘടനയിലുണ്ട്. അങ്ങനെ നടത്താം. സാധാരണഗതിയിൽ മന്ത്രിമാരത് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ പ്രിവിലേജ്, അവകാശം ഉപയോഗിക്കാനായിട്ട് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച അംബേദ്കർ തീരുമാനിച്ചു. എന്നിട്ട് അംബേദ്കർ 1951 ഒക്ടോബർ 10 ഞാൻ എന്തുകൊണ്ട് ഈ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു എന്ന് വിശദീകരിച്ചു പാർലമെൻറ്റ് മുമ്പാകെ. അതിൽ 5 പോയിന്റ് ആണ് നെഹ്റുവിനെതിരെ, എല്ലാം നെഹ്റുവിനെതിരെയാണ്. ഈ 5 പോയിന്റ് കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗമാണ്. ആ പ്രസംഗം പാർലമെൻറ്റ് രേഖകളിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു MP-യും അത് വായിച്ച് നോക്കുന്നില്ല. ഇന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അതിലുണ്ട്. അന്നേ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പ്രേക്ഷകരും അമ്പരക്കും. അതുപോലത്തെ ഒരു പ്രസംഗമാണെന്ന് നടത്തിയിരിക്കുന്നത്. അംബേദ്കർ ഒരു വിഷണറി ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് നെഹ്റുവിൻ്റെ കാലത്തും നെഹ്റുവിന് ശേഷവും കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പറ്റുന്നതെന്ന് ക്രാന്തദർശിയായ അംബേദ്കർ അന്നേ കണ്ടിരുന്നു എന്ന് വേണം പറയാൻ. അന്ന് അംബേദ്കർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1946 ഇടക്കാല മന്ത്രിസഭ വന്നല്ലോ നെഹ്റുവിൻ്റെ. നെഹ്റു അന്ന് അംബേദ്കറെ മന്ത്രിയാക്കുന്നില്ല. അടുത്ത കൊല്ലമേ മന്ത്രിയാക്കുന്നുള്ളൂ 47. അതിൻ്റെ പശ്ചാത്തലം ഇതിൽ അംബേദ്കർ പറയുന്നില്ലെങ്കിലും മറ്റ് രേഖകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗാന്ധി നിർബന്ധം പറയുന്നത് കൊണ്ടാണ് പിന്നെ അംബേദ്കറെ നിയമമന്ത്രിയായിട്ട് എടുക്കുന്നത്, ഇഷ്ടം കൊണ്ടല്ല. മറ്റൊന്നുകൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അംബേദ്കർ പഠിച്ചപ്പോൾ എല്ലാത്തിലും ഗോൾഡ് മെഡലിസ്റ്റാണ്. നെഹ്റു വിദേശത്ത് പോയിട്ട് അന്ന് എലീറ്റ് കുടുംബങ്ങളിൽ വരുന്ന ആളുകളെ വെറുതെ പാസ്സാക്കും. ജെന്റിൽമാൻസ് ഡിഗ്രി നമ്മുടെ ആർഷോയ്ക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് പോലെയാണ് നെഹ്റുവിന്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിന്റെ ഒരു ഗ്രഡ്ജ്, ജലസി, അസൂയ ബുദ്ധിയുള്ള എല്ലാവരോടും ഉണ്ടായിരുന്നു നെഹ്റുവിനത്. അപ്പോൾ അന്ന് ഈ ഭരണഘടന അംബേദ്കറെ ഒക്കെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അന്ന് നെഹ്റു ഗാന്ധിയോട് പറയുണ്ടായി, അന്ന് ബ്രിട്ടനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട് ഐവർ ജെന്നിങ്സ് ഉണ്ടല്ലോ, നമുക്ക് ഐവർ ജെന്നിങ്സിനെ കൊണ്ട് ബാപ്പുജി ഇത് ഒന്ന് എഴുതിക്കുകയോ നോക്കിക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കിയിട്ടാണ് ഈ സ്വാതന്ത്ര്യം നേടുന്നത്, ഇവരെ കൊണ്ട് ഇത് ഉണ്ടാക്കിക്കണോ എന്ന് ഗാന്ധി അന്ന് ചോദിച്ചു. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇനി ഈ പ്രസംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അംബേദ്കർ നിയമമന്ത്രിയാണ്. അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നെഹ്റു നുണയനാണ്, വാക്കിന് വിലയില്ലാത്തവനാണ്, സ്വഭാവദാർഢ്യമില്ലാത്തവനാണ്, സീറോ ഇൻറ്റഗ്രിറ്റി, കഴിവില്ല, പ്രാപ്തിയില്ല, ഈ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല, ഉപജാപങ്ങളുടെ ചക്രവർത്തിയാണ്, സഹപ്രവർത്തകരെയും കൂട്ടുകാരെയും പിന്നിൽ നിന്ന് കുത്തുന്നവനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സത്യമായിട്ട് വരുന്നത്. സെപ്റ്റംബർ 27 തന്നെ നിയമമന്ത്രിസ്ഥാനം 1951 സെപ്റ്റംബർ 27 രാജിവെച്ച് കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ് രാജി, ഈ സമ്മേളനം തീരുന്നത് വരെ ഒന്ന് തുടരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ഭരണഘടനാ ബാധ്യതയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടരുകയാണ്. എന്നിട്ടാണ് ഒക്ടോബർ 10 ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് പാർലമെൻറ്റിനോട് വിശദീകരിക്കുന്നത്.
വ്യാഴാഴ്ചയാണ് രാജിവെക്കുന്നത്. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ പ്രകാരം ആണ് എന്തുകൊണ്ട് ഞാൻ രാജിവെച്ചു എന്ന് വിശദീകരിക്കുന്നത്. ഇങ്ങനൊരു പ്രൊവിഷൻ ഉള്ളത് ഇപ്പോഴൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല, അറിയ പോലും ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവർ തമ്മിൽ തുടക്കത്തിൽ പറയാണ്, പ്രസംഗത്തിൻ്റെ തുടക്കം, നിങ്ങൾ സാധാരണ ജനത്തിന് തോന്നും ഒരു ഏകകണ്ഠമായിട്ടാണ് മന്ത്രിസഭ ഇങ്ങനെ നടന്നു പോകുന്നതെന്ന്. അങ്ങനെയൊന്നുമല്ല. മന്ത്രിസഭകളിലൊക്കെ സംഘർഷം ഉണ്ടാവും. നെഹ്റുവിൻ്റെ മന്ത്രിസഭയിലും വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ഈ പത്രങ്ങൾക്ക് ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. മാധ്യമങ്ങളെപ്പറ്റി അദ്ദേഹത്തിനുള്ള അഭിപ്രായം ഇന്ന് നമ്മളും മാപ്രകളെപ്പറ്റി പറയുന്നത് തന്നെയാണ്. പത്രങ്ങൾക്ക് ചില ആളുകളെ സംബന്ധിച്ച് മുൻവിധി ഉണ്ടാവും, ചില ആളുകളോട് കൂറും ഉണ്ടാവും. അതനുസരിച്ചിട്ട് അവർ വാർത്തകൾ ചമയ്ക്കും. അവർ ഒന്നിൻ്റെയും മേന്മകൾ കാണില്ല. ഇപ്പം ഞാൻ രാജിയുടെ സാഹചര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചില്ലെങ്കിൽ അവർ കൃത്യമായി അതിനെ സംബന്ധിച്ച് കഥകളുണ്ടാക്കും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞു. 4 കൊല്ലം 1 മാസം 26 ദിവസമാണ് നിയമമന്ത്രിയായിരുന്നത്. ഞാൻ നെഹ്റു വിരുദ്ധ പക്ഷത്ത് ഉള്ള ആളായിരുന്നു. 1946 ഓഗസ്റ്റിൽ ഇടക്കാല സർക്കാർ വന്നപ്പോൾ അതുകൊണ്ട് എന്നെ മന്ത്രിയാക്കിയില്ല. നിയമവകുപ്പിന് സത്യത്തിൽ ഒരു മന്ത്രിസഭയിൽ അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. എനിക്ക് ഏത് വകുപ്പും കൈകാര്യം ചെയ്യാൻ പറ്റും. അംബേദ്കർ പറയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇനി പാർലമെൻറ്റിലെ പ്രസംഗമാണ് പറയുന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ തൊഴിൽ പൊതുമരാമത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. ആ പരിചയവും അനുഭവം ഉണ്ട്. അപ്പോൾ ഈ കാര്യം ഞാൻ നെഹ്റുവിനോട് പറഞ്ഞു. എനിക്ക് നിയമവകുപ്പ് മാത്രമല്ല വേറെ പലതുമൊക്കെ ചെയ്യാൻ, കാരണം എക്കണോമിക്സ് ഒക്കെ നന്നായിട്ട് അറിയുന്ന ആളല്ലേ. അപ്പോൾ നെഹ്റു പറഞ്ഞു, ആസൂത്രണം എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, അതുകൂടി അപ്പം തരാം എന്ന് പറഞ്ഞു. അത് കുറച്ച് ഡിലേ വന്നിട്ട് ആസൂത്രണം എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് അംബേദ്കറിന് കൊടുത്തില്ല. എന്നിട്ട് ധാരാളം വകുപ്പുകൾ പലരിൽ നിന്ന് നെഹ്റു മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ വകുപ്പുകൾ ഒഴിവ് വരുന്നുണ്ടല്ലോ. ഏതെങ്കിലും അംബേദ്കർക്ക് നിയമത്തിന് പുറമെ കൊടുക്കാം, അധിക വകുപ്പായിട്ട് കൊടുത്തില്ല. നെഹ്റു ഒന്നും കൊടുത്തില്ല. പലരിൽ നിന്ന് മാറ്റിയപ്പോഴും എന്നെ പരിഗണിച്ചില്ല പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായിട്ടും ഒരു വകുപ്പും ഒരു മന്ത്രിയിൽ നിന്നൊന്നും മാറ്റി വേറൊരാൾക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 5-6 ദിവസമെങ്കിലും വരുമല്ലോ, അപ്പോഴും തന്നില്ല. പ്രധാന സമിതികളിലൊന്നും ഉൾപ്പെടുത്തിയില്ല. ഉദാഹരണത്തിന് പ്രതിരോധം, എക്കണോമിക്സ്, ഇതിലൊന്നും ഉൾപ്പെടുത്തി. അതിൻ്റെ മന്ത്രിസഭാ ഉപസമിതികൾ പാർലമെന്ററി സമിതികളില്ലേ, ഇതിലൊന്നും ഉൾപ്പെടുത്തിയില്ല. അറിയാവുന്ന വിഷയങ്ങളായിരുന്നു, എന്നിട്ടും അതിലൊന്നും ഉൾപ്പെടുത്തിയില്ല. രണ്ടാമത്തെ പോയിന്റ്, പിന്നാക്ക വിഭാഗത്തിനും പട്ടികജാതിക്കാർക്കുമുള്ള ഈ പരിഗണന നെഹ്റുവിൻ്റെ മന്ത്രിസഭയുടെ കാലത്ത് വളരെ പരിതാപകരമായിരുന്നു. പിന്നാക്കക്കാർക്ക് ഭരണഘടനയിൽ വേണ്ടത്ര സുരക്ഷിതത്വമില്ല. അത് ഉണ്ടാക്കിയപ്പോഴും എൻ്റെ അഭിപ്രായം ഇതാണ്, ഇപ്പോഴും അതാണ്. സുരക്ഷിതത്വം വേണ്ടത്ര അതിൻ്റെ അകത്തില്ല. ഈ രാഷ്ട്രപതി ഒരു കമ്മീഷനെ നിയമിച്ചിട്ട് ആ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മന്ത്രിസഭകൾ തീരുമാനിക്കുക എന്നുള്ളതാണ് പട്ടികജാതി വർഗത്തിനെ പറ്റി ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ നെഹ്റു ആ കമ്മീഷനെ വെച്ചില്ല. പട്ടികജാതി വർഗത്തിനുള്ള അന്നേ വഞ്ചിച്ചിരിക്കുന്നു, നെഹ്റു വെച്ചില്ല. പട്ടികജാതി വിഭാഗത്തിൻ്റെ നിലയെപ്പറ്റി 1946 അംബേദ്കർ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുക്കാൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും കൊടുത്തില്ല. പക്ഷെ ആ റിപ്പോർട്ട് അംബേദ്കറുടെ കയ്യിലുണ്ട്. അതിലൊന്നും നെഹ്റുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അംബേദ്കർ പറയുന്ന ഭാഗം ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അംബേദ്കർ പറയാണ്, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നെഹ്റുവിന് വലിയ ശുഷ്കാന്തിയാണ്. നെഹ്റുവിൻ്റെ മുഴുവൻ സമയവും ശ്രദ്ധയും മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിലാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സംരക്ഷണം കൊടുക്കേണ്ടത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ സംരക്ഷണം നാം കൊടുക്കേണ്ടത്? അവർക്കും എങ്ങനെയാണ് അങ്ങനെ ഒരു അർഹത വരുന്നത്?
പട്ടികജാതിക്കാർക്കും പട്ടികവർഗത്തിനും ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്ത എന്ത് അവകാശമാണ് മുസ്ലിങ്ങൾക്കുള്ളത്? മുസ്ലിങ്ങളെക്കാൾ സത്യത്തിൽ അർഹതയുള്ളത്, ഭരണഘടനാപരമായ സംരക്ഷണത്തിന് അർഹതയുള്ളത് ഇവർക്കല്ലേ? ഈ പട്ടികജാതി വർഗത്തിനും ക്രിസ്ത്യാനികൾക്കും അല്ലേ മുസ്ലിങ്ങളെക്കാൾ ചോദിച്ചിരിക്കുന്നു. കാരണം മുസ്ലിങ്ങളാണല്ലോ ഇവരെക്കാളൊക്കെ കൂടുതൽ വരുന്നത്. 12% സംവരണം പട്ടികജാതി വർഗത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഭരണഘടന സംബന്ധിച്ചൊരു സംരക്ഷണം ആകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇവർ ഇത്രയും ആളുകളെയൊന്നും പരിഗണിക്കുന്നില്ല. അതിനുള്ള വിദ്യാഭ്യാസമോ അല്ലാത്തതോ ആയിട്ടുള്ള അവരുടെ നില പരിതാപകരമാണ്. അതുകൊണ്ട് ഗുണമില്ല. മൂന്നാമത്തത് പോയിന്റ്, വിദേശ നയം. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് ഈ എല്ലാവരെയും ശത്രുക്കളാക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല. 350 കോടി രൂപയാണ് ഇന്ത്യയുടെ വാർഷിക വരുമാനം, അന്നത്തെ വരുമാനം. അതിൽ 180 കോടി രൂപയും പട്ടാളത്തിന് വേണ്ടിയാണ് ചെലവാക്കുന്നത്. എന്തുകൊണ്ട്? ഈ അയൽക്കാരെയൊക്കെ വെറുപ്പിച്ചതുകൊണ്ട്, അയൽക്കാർ ഭീഷണിയായതുകൊണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള തർക്കമൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്, വെറുപ്പിച്ചുണ്ടാക്കുന്നതാണ്. കശ്മീർ, കിഴക്കൻ ബംഗാൾ, ഇത് രണ്ടും വലിയ തർക്കങ്ങളാക്കി. കശ്മീരിനേക്കാൾ സത്യത്തിൽ പ്രശ്നം കിഴക്കൻ ബംഗാളിലാണ്. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ, അതാണ് ഏറ്റവും പ്രശ്നം. കശ്മീർ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അംബേദ്കർ പറയുന്നത് നമുക്ക് സ്വീകരിക്കാമോ എന്നുള്ള പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കശ്മീരിലെ ഹിന്ദു ബുദ്ധ ഭാഗങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും മുസ്ലിം ഭാഗം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഈ സ്പ്ലിറ്റ് കൊണ്ട് തന്നെ പ്രശ്നം തീരും, പെട്ടെന്ന് തീരാവുന്ന പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കിഴക്കൻ പാകിസ്ഥാനിലേത് അങ്ങനെയല്ല. കാരണം ഹിന്ദുക്കൾ പീഡനം നിരന്തരം അനുഭവിക്കുന്ന സ്ഥലമാണത്. അത് പിന്നീട് അംബേദ്കറുടെ രാജിക്കത്ത്, ഇത് രാജിവെച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണല്ലോ. രാജിക്കത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം ലിയാഖത്ത് ഖാനുമായിട്ട് പ്രധാനമന്ത്രി, പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് ഖാനുമായിട്ട് ഈ സന്ധി ഒപ്പിടുന്നുണ്ട്, ഡൽഹി സന്ധി. അതനുസരിച്ചിട്ട് 10 ലക്ഷം ഹിന്ദുക്കൾക്കാണ് പലായനം ചെയ്യേണ്ടി വരുന്നത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന്. അത് ഹിന്ദുക്കളോട് നെഹ്റു കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് രാജിക്കത്തിൽ അംബേദ്കർ പറയുന്നുണ്ട്. നാലാമത്തെ പോയിന്റ്, ഒരുപാട് കമ്മിറ്റികളെ വച്ചിട്ടുണ്ട് നെഹ്റു. ഈ കമ്മിറ്റികൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ രജിസ്ട്രേഷൻ ഓഫീസ് മാത്രമാണ് മന്ത്രിസഭ. ഭരണം നടത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് കമ്മിറ്റിയാണ്, ഒക്കെ ബാക്ക് റൂമിലാണ്. അതിന് നെഹ്റുവിൻ്റെ ആളുകളൊക്കെ വച്ചിട്ടുണ്ട്. 5-മത്തത് ഹിന്ദു കോഡ് ബിൽ. അത് ശരിക്കും വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഹിന്ദു കോഡ് ബില്ല് 1947 ഏപ്രിൽ 11 പാർലമെൻറ്റിൽ മൂവ് ചെയ്യുന്നു, അംബേദ്കർ അവതരിപ്പിക്കുന്നു. 4 കൊല്ലം അത് വെച്ചുകൊണ്ടിരുന്നു. ഒരു സെലക്ട് കമ്മിറ്റിക്ക് പോലും അത് വിട്ടില്ല നെഹ്റു. എന്നിട്ട് അതിനെ കൊന്നു. 1 കൊല്ലത്തോളം സെലക്ട് കമ്മിറ്റിക്ക് വിട്ടില്ല. എന്നിട്ട് അംബേദ്കറോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് എടുക്കാം, മാരേജ് ആൻഡ് ഡിവോഴ്സ്, അത് മാത്രം എടുക്കാം, ഈ ബില്ല് മൊത്തം കിടക്കുക, എന്നിട്ട് അത് അവതരിപ്പിക്കാതെ ഇതിലൊരു ഭാഗം മാത്രം നമുക്ക് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു. അത് പിന്നെ പറഞ്ഞു അംബേദ്കറോട്, അതും വേണ്ട, നമുക്ക് മൊത്തത്തിൽ ഇത് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ അതേ സമയത്ത് ഇത്രയൊന്നും പ്രാധാന്യമില്ലാത്ത അലിഗഡ് സർവകലാശാല ബില്ല്, ഇങ്ങനത്തെ ബില്ലുകളൊക്കെ പാസ്സാക്കി. നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം താല്പര്യം. അപ്പോൾ ഈ അവസ്ഥയിലാണ് അംബേദ്കർ രാജിവെക്കുന്നത്. ഹിന്ദു കോഡ് ബില്ല് പിന്നെ 1956 പാസ്സാക്കുന്നത്. അപ്പോഴും ഇത് മുഴുവനായിട്ടല്ല, കഷ്ണമായിട്ടാണ് ഓരോ ഭാഗം. ഡിവോഴ്സ്, മാരേജ് ആൻഡ് ഡിവോഴ്സ് വേറെ, ഇൻഹെറിറ്റൻസ് വേറെ, ഇങ്ങനെ കഷ്ണമായിട്ട് ഓരോ ഭാഗമായിട്ടാണ്. അത് അന്ന് RSS ശ്യാമപ്രസാദ് മുഖർജിയൊക്കെ ഹിന്ദു സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഉള്ള ബില്ലാണ് ഈ നെഹ്റു പിന്നീട് അംബേദ്കർക്ക് ശേഷം
കൊണ്ടുവന്നിരിക്കുന്ന ഈ സാധനം എന്നൊന്ന് ആരോപിക്കുകയും ചെയ്തത്. അല്ല, നെഹ്റുവിനെ ഒരു വിശുദ്ധ മനുഷ്യനായി വാഴ്ത്തുന്ന നാവുകളാണ് നമ്മുടെ രാജ്യത്തേറെ ഉള്ളത്, ഔദ്യോഗികമായി തന്നെ. കാരണം ലോകത്ത് വരാൻ പോകുന്ന എല്ലാ തലമുറകളും നെഹ്റുവിനെ ഓർമ്മിക്കാൻ വേണ്ടി നവംബർ 14 എന്ന് പറയുന്ന ദിവസം ഒരു ശിശുദിനം ഉണ്ടാക്കി. ഇനി ഉണ്ടാവുന്ന തലമുറയെ പോലും നെഹ്റു എന്തോ മഹാപുരുഷനാണെന്നുള്ള ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രിതമായി ചെയ്ത ഒരു ശ്രദ്ധമാതയിൽ നെഹ്റുവിനുണ്ടായ ചായപ്പിള്ളയുടെ ഓർമ്മയ്ക്കാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറെ ദിവസം കഥയമോയിൽ പറയാം. അപ്പോൾ അതെ, അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ നെഹ്റു തന്നെ ആവിഷ്കരിച്ചു. നെഹ്റു തന്നെയാണ് ചാച്ചാജി എന്ന പേരിൽ കുട്ടികളുടെ മനസ്സിൽ നിന്ന് അറിയാൻ വേണ്ടി ഈ ശിശുദിനം എന്നുള്ള പരിപാടി ഉണ്ടാക്കി വെച്ചത്. പക്ഷേ ഈ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് പതിയെ ആളുകൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. അംബേദ്കറുടെ ഈ പ്രസംഗം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഉണ്ടാക്കിയതൊന്നുമല്ല, ABC മലയാളം ഉണ്ടാക്കിയതല്ല, പാർലമെൻറ്റിലെ ഡോക്യുമെൻ്റാണ്. അപ്പോൾ സംശയമുള്ളവർക്ക് അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ പ്രസംഗം അത് മുഴുവൻ വായിക്കാൻ കിട്ടും. നമ്മൾ ചുരുക്കിയാണ് പറഞ്ഞത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.